ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മെയിനായിട്ടും എൻ്റെ ഒരു ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ചിലർക്കത് ഉപകാരപ്പെടും. പ്രധാനമായിട്ടും നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ സമയത്ത് അങ്ങനെ പറഞ്ഞു തരാനോ മനസ്സിലാക്കി തരാനോ ഒന്നും ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇനി ഉള്ള കുട്ടികൾക്ക് ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേഴ്സിംഗ് പഠിച്ചത് കേരളത്തിലാണ്. കേരളത്തിലൊരു ഹോസ്പിറ്റലിൽ കിംസിലാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചത്. പക്ഷെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മൾ പാസ് ഔട്ടായ ആ സമയത്ത് കേരളത്തിൽ നേഴ്സുമാരുടെ സാലറി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ഹോസ്പിറ്റലുകളും അവർ ട്രെയിനി ആയിട്ട് എടുക്കാം, ഒരു 6 മന്ത്സ് ട്രെയിനി ആയിട്ട് നിൽക്കുക, അതിന് ട്രെയിനി സർട്ടിഫിക്കറ്റ് തരും, ഒരു 6000 രൂപ സാലറിയും തരും എന്നാണ് മിക്കവരും പറഞ്ഞത്. ചിലർക്ക് അത് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള രീതിയിലാണ് ചിലർ പറഞ്ഞത്. അപ്പം നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എല്ലാവരും പ്രധാനമായിട്ടും കുറച്ച് എക്സ്പീരിയൻസ് എടുക്കുക, പിന്നെ ഇവിടുത്തെ സാലറി വളരെ കുറവായതുകൊണ്ട് തന്നെ പുറത്തോട്ട് എവിടെയെങ്കിലും പോവുക, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. പ്രധാനമായിട്ടും ലോൺ എടുത്ത് പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ കാണും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എവിടെയെങ്കിലും പോയി പെട്ടെന്ന് തന്നെ ലോണൊക്കെ തീർക്കാനൊക്കെ ഉള്ള ഒരിത് കാണും. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസിന് വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു 6000 രൂപയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള പണിയും എല്ലാം കൂടി ആയപ്പം ആരും അവിടെ തന്നെ നിന്നില്ല ആ സമയത്ത്. അങ്ങനെ കുറേ പേര് മുംബൈയിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞ സമയം മുതൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ തുടങ്ങിയായിരുന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ ഒരു ഫോർട്ടീസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലോട്ടായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയില്ല. നേഴ്സിംഗ് സംബന്ധമായ ഒരു ക്വസ്റ്റ്യനും അവർ ചോദിച്ചില്ല. ഹിന്ദി അറിയാവുന്നതാണ് ആദ്യമായിട്ട് അവർ ചോദിച്ചത്. ആ സമയത്ത് നമുക്കാർക്കും അങ്ങനെ ഹിന്ദി അറിഞ്ഞൂടായിരുന്നു. കൂടെ ഉള്ളതിൽ 2 പേർക്ക് ഹിന്ദി അറിയുന്നുണ്ടായിരുന്നു. അവരെ സെലക്ട് ചെയ്തു. പക്ഷെ അവർ പോയില്ല. പകരം നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാനുള്ള പ്ലാനായിരുന്നു. അതിനുശേഷം ഡൽഹിയിലെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഏജൻസികളാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നമ്മളൊരു 10-14 പേര് ഒരുമിച്ച് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ കുറച്ച് പേർക്ക് കിട്ടി, 2-3 പേർക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും കിട്ടി. മാക്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. പക്ഷെ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ നേഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അതൊക്കെ എളുപ്പത്തോടെ കഴിഞ്ഞു. ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഡൽഹിയിലോട്ട് പോകുന്നു. 9 പെൺകുട്ടികൾ ഒരുമിച്ചാണ് ഡൽഹിയിലോട്ട് പോയത്. നമുക്ക് ഡൽഹിയെ പറ്റി ഒന്നും അറിഞ്ഞും കൂടെ നമ്മൾ പോയിട്ടുമില്ല. ആദ്യമായിട്ടാണ് നമ്മൾ 9 പേരും പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറണം. ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. കൂടെ ഉള്ളവരാരും കയറിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തു, പോകാനൊക്കെ തീരുമാനിച്ചു. വീട്ടിൽ നിന്നൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള ബുദ്ധിമുട്ടും എക്സ്പീരിയൻസ് കിട്ടത്തില്ല എന്നുള്ള ഉറപ്പൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാരെങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ നമ്മളെ കൂടെ ഉള്ള ഒരു കുട്ടിയുടെ ഒരു റിലേറ്റീവ് ഡൽഹിയിലുണ്ടായിരുന്നു. ആ ഒരു അങ്കിളാണ് വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം അങ്കിള് നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അന്നേരം തൊട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഏജൻസിക്കാർ ജസ്റ്റ് ഇങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ മറ്റേ നമ്മുടെ സെലക്ട് ചെയ്ത പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നു. പിന്നെ പോകേണ്ട അഡ്രസ്സ്, ജോയിനിങ് ഡേറ്റ് ഇതെല്ലാം തന്നു. അല്ല വേറെ ഒന്നും തന്നെ അങ്ങനെ തന്നില്ല. അവിടെ ചെന്നിട്ട് ഈ അങ്കിള് നമ്മൾ കൊണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ ഒറ്റ മനുഷ്യരില്ല. കാരണം നമ്മൾ വെളുപ്പാങ്കാലത്താണ് ആദ്യമായിട്ട് അവിടെ എത്തുന്നത്. ആഹാരം കഴിച്ചിട്ടേയില്ല. തലേദിവസം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്ന ആഹാരം അല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മൾ ആരും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് ഉപ്പാട് വന്നായിരുന്നു എല്ലാവർക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ആകപ്പാടെ കുറച്ച് കാശ് നമ്മുടെ കയ്യിലുള്ളൂ. കാരണം ആദ്യമായിട്ട് ജോലിക്ക് കയറാൻ വേണ്ടി വരുന്നതല്ലേ. അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് തന്ന കാശ് മാത്രമേ കയ്യിലുള്ളൂ. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ ആ ഹോസ്പിറ്റലിൻ്റെ തന്നെ അകത്തൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഓഫീസിലോട്ട് പോവുകയാണ്. എന്താണെന്നുള്ളത് അറിയണമല്ലോ. നമ്മളെ കയ്യിൽ ഈ നാട്ടിൽ നിന്നുണ്ടെന്ന ട്രോളിയും ബാഗും എല്ലാം കൊണ്ട് നമ്മൾ പോകാം. നമ്മളെ വിളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അടുത്ത് വന്ന് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ പോയി അകത്ത് നിന്ന് അവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. നമ്മുടെയൊക്കെ പേപ്പറെല്ലാം ക്ലാരിഫൈ ചെയ്ത് നോക്കി. എല്ലാം കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറയുക ഒരു അഡ്രസ്സ് തന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഡൽഹി പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടൊരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു ഇവിടോട്ട് അങ്ങ് പോകണം, അവിടെയാണ് നിങ്ങളുടെ ഹോസ്റ്റല്, നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചു, നമ്മൾ 9 പേരും കൂടി. പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെ
അപ്പം അവർ നമ്മളെ പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്തായാലും നമുക്ക് ഇവിടെ ആദ്യം പറഞ്ഞതെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ അവരത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹിന്ദി അറിയുന്നുള്ള 2 പേരുണ്ടായിരുന്നു. അവർ കയറി സംസാരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, നമുക്കങ്ങനെ പോകാൻ അറിയത്തില്ല, നമുക്ക് കാര്യമായിട്ടുള്ള ലൊക്കേഷൻസും കാര്യങ്ങളും ഇവിടെ നിന്ന് എന്തെങ്കിലും സർവീസ്, ബസ് സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, എന്നാൽ മാത്രമേ പോകാൻ പറ്റൂ, നമുക്കറിയില്ല എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു ബസ്സുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫിനെ വിളിക്കാൻ വരുന്ന ബസ്സാണ്, നിങ്ങൾ അതിൽ കയറി പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ലഗേജൊക്കെ ആയിട്ട് ഫ്രണ്ട് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിന് അവിടെ പോയി എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ചെയ്യുവാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നു. നമുക്കെല്ലാവർക്കും സംശയമായി. കാരണം കേരളത്തിൽ പഠിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഇതാണോ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്ന ബസ്, അല്ലെങ്കിൽ ഇതാണോ ഇവിടുത്തെ സ്റ്റാഫ് നഴ്സുമാരുടെ ബസ് എന്നുള്ളത് നമുക്ക് അതിശയമായി പോയി. അത്രത്തോളം പൊടിയും എല്ലാം പിടിച്ച്, എന്ത് പറയാ, നമ്മുടെയൊക്കെ നാട്ടിൽ കേരളത്തിലെ ഗ്യാരേജുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്പയറിനൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ബസ്സുകളില്ലേ, അതേ പോലത്തെ ഒരു ബസ്. ഒരുപാട് പേര് സ്റ്റാഫ് നഴ്സുമാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ കയറി. അപ്പം ഓരോരുത്തർക്കും നമുക്ക് 9 പേർക്ക് ഒരേ ഹോസ്റ്റലിൽ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകുന്നു. ഹോസ്റ്റലായിരുന്നു അതിനപ്പുറം. കാരണം ഒരു റൂമിൽ മുകളിലും താഴെയും ബെഡാണ്. തന്നെ നമുക്ക് കിട്ടിയ റൂമിൽ 6 പേരാണ് ഒരു റൂമിൽ. അതുകൂടാതെ അടുത്ത റൂമിൽ അതേപോലെ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് റൂം, പിന്നെ ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും ഒക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഹോസ്റ്റൽ. അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് ഇങ്ങനെ എല്ലാവരും കരയാനൊക്കെ തുടങ്ങിയായിരുന്നു. കാരണം ഇത്രയും ആരും പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്നും വിചാരിച്ചില്ല. എന്തായാലും കുഴപ്പമില്ല. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കുമ്പോൾ എല്ലാവരും കരയുവാണ്. അപ്പം തന്നെ എല്ലാവർക്കും നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ആയി. അവർ പേടിച്ചു പോയി. പിന്നെ എങ്ങനെയോ മനസ്സൊക്കെ ഉറപ്പിച്ച് ജോലിക്കൊക്കെ പോകണമല്ലോ എന്നുള്ള രീതിയിൽ ആയി. എന്നിട്ട് അവർ പറഞ്ഞു പിറ്റേ ദിവസം ഈ സമയത്ത് ഹോസ്പിറ്റലിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ബസ്സിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 9 പേരും കൂടി ഒരുമിച്ച് നടന്നു പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ മിക്കവർക്കും പിറ്റേ ദിവസമായപ്പോൾ പറഞ്ഞു എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ, ഏത് വാർഡാണ് എടുക്കാൻ. അങ്ങനെ മിക്കവർക്കും ICUലായിരുന്നു കിട്ടിയത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ICUലാണ് കിട്ടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ICUയിൽ നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് പോയതിൽ 4 പേര് ഒരുമിച്ചാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ICU കിട്ടിയത്. ഇവർ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റിലാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോഴും നമ്മൾ തിരിച്ച് വാർഡിലോട്ടാണ് നടന്നത്, ICUലോട്ടല്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഒരിക്കലും നമ്മുടെ പഠിച്ച പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ഉടനെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റിനൊന്നും ഇടുന്ന കണ്ടിട്ടില്ല. അതൊരു വലിയ സംഭവമാണെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ്. എന്നിട്ട് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ICUലോട്ട് പോയി. ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ തന്നു. അന്ന് മുതൽ നമുക്ക് അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ഇടാൻ തുടങ്ങി. ഇതിൽ പ്രധാന കാര്യം, അടുത്തത് ഡൽഹിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഡൽഹി രജിസ്ട്രേഷൻ എടുക്കണം. അതായത് കേരളത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക്, കേരളത്തിലെ ഏത് സംസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ളവരായാലും അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സ്റ്റേറ്റിൻ്റെ കേരള നഴ്സിംഗ് സർട്ടിഫിക്കറ്റ്. പക്ഷേ അത് നമ്മൾ ഏത് സംസ്ഥാനത്താണോ വർക്ക് ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ എക്സ്പീരിയൻസിന് വാലിഡിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ എന്നായിരുന്നു അന്നത്തെ. ഇനി മാറ്റം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഡൽഹിയിലോട്ട് പോകാൻ, ഡൽഹി നഴ്സിംഗ് കൗൺസിലിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ 9 പേരും കൂടി അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ നൈറ്റും, അല്ല കുറച്ച് പേർക്കൊക്കെ ആഫ്റ്റർനൂൺ ഈവനിങ് ഷിഫ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് പേരെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ പോയി. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നിടത്തു നിന്നും ഒരുപാട് ദൂരമുണ്ട്. എന്നാലും നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നീണ്ട ക്യൂ ആണ്. പഠിച്ചിറങ്ങിയ കുട്ടികളുടെ, അതായത് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു വില്ലേജ് പോലെയാണ് അത്. ഒരു ഇഷ്ടം പോലെ എന്താ പറയുക, ഈ നഴ്സിങ്ങിൻ്റെ ഓഫീസ്, അല്ലാത്ത കാര്യങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ലോങ് ക്യൂ ആണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അവർ വിളിക്കും അകത്തോട്ട്. അപ്പോൾ നമ്മൾ പോകണം, നമ്പർ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ സമയമായി, നമ്മൾ ചെന്നു. അവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റം നമ്മൾ കാണേണ്ടതായിരുന്നു. ഒരിക്കലും ഇത് എപ്പോഴെങ്കിലും എല്ലാവരെയും അറിയിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇത് ചിലപ്പോൾ ചിലർക്ക് ഇതേ ഒരു പെരുമാറ്റം ആയിരിക്കത്തില്ല ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മളടുത്ത് അവരങ്ങനെയായിരുന്നു കാണിച്ചത്. ഇന്നലെ ഡൽഹി നഴ്സിംഗ് കൗൺസിലിൽ നമ്മുടെ ഫയൽ കണ്ടപ്പോഴേക്കും
നമ്മൾ പഠിച്ച ഹോസ്പിറ്റൽ ഭയങ്കര ഫേമസ് ഹോസ്പിറ്റലാണ്. കിംസിലാണ് നമ്മൾ പഠിച്ചത്. കിംസിൻ്റെ ആ അഡ്രസ്സ്, കിംസ് കോളേജ് ഓഫ് നഴ്സിങ്ങിൻ്റെ അഡ്രസ്സിൽ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഫയലിനെ അതോടെ എടുത്ത് എറിയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരിക്കലും ആരും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണെങ്കിലും അവർക്കത് ക്ലിയർ ചെയ്ത് പറയാം നമ്മളടുത്ത്, ഇതാണ് കാര്യം, ഇതൊന്നും നിങ്ങൾ ശരിയാക്കിയിട്ട് വരണം എന്ന് പറയാം. അല്ലാതെ ഇങ്ങനെ എടുത്ത് എറിയുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് നമ്മളടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ വേറൊരു ഓഫീസറുണ്ടായിരുന്നു. പക്ഷെ അയാൾ നല്ല നല്ല സ്വഭാവമായിരുന്നു. അയാൾ നമുക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് നമ്മളെ ഈ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു തന്നു. ഇനി ഇതിൻ്റെ തന്നെ ഓക്ലയിൽ ഒരു ഓഫീസുണ്ട്, അത് അവിടുന്ന് കുറച്ച് ദൂരമാണ്. അവിടെ ചെന്ന് അവിടുന്ന് ലെറ്ററൊക്കെ എഴുതി അതൊക്കെ ചെയ്ത് കൊണ്ടുവന്നാലേ ഇനി അത് നിങ്ങൾക്ക് ഡൽഹി രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ കോളേജിൽ ഓഫീസിൽ വിളിച്ചു. അവർ നമുക്ക് പേപ്പർ അയച്ചു തന്നു, ഈ അഡ്രസ്സ് അങ്ങനെയെല്ലാം. ഇതൊന്നും കാണാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓക്ലയിൽ പോയി അവിടെ നിന്ന് പേപ്പർ ഒക്കെ കൊടുത്തു, എല്ലാം സെറ്റായി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്ന് പേപ്പർ കൊടുത്തതിന് ശേഷമാണ് അവർ നമുക്ക് ഡൽഹി രജിസ്ട്രേഷൻ തന്നത്. നമുക്ക് പോസ്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പം നമ്മുടെ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവർ വാങ്ങി വെക്കും. അങ്ങനെയാണ്. അത്രത്തോളം ഇതിലും ഭയങ്കര മോശമായി, പറയുന്നതിലും ഭയങ്കര മോശമായിട്ടാണ് അവർ നമ്മളുടെ അടുത്തൊന്ന് പെരുമാറിയത്. അതിനുശേഷം ജോലിക്ക് കയറിയപ്പം നമ്മുടെ ICUവിൽ തന്നെ, ഇപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, അവിടുത്തെ ഓരോരോ വാർഡിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. അപ്പം എൻ്റെ ICUവിൽ മലയാളികളുണ്ട്, നമ്മുടെ മണിപ്പൂരികളുണ്ട്, അതേപോലെ തന്നെ ഹിന്ദിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഹിന്ദിക്കാരാണ് കൂടുതൽ, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും അല്ല, കുറച്ച് മലയാളികളാണ് ഏറ്റവും മോശമായിട്ട് നമ്മളടുത്ത് പെരുമാറിയിട്ടുള്ളത്. ഹിന്ദിക്കാരോ മണിപ്പൂരികളോ അല്ല, മലയാളികൾ. അതിൽ ചിലരൊക്കെ വളരെ നല്ലതായിരുന്നു. ആ ചില നല്ലവരായ ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ 2 വർഷം പിടിച്ചു നിൽക്കാൻ തന്നെ ഉണ്ടായത്. പക്ഷെ ചിലർ അങ്ങനെ ചെന്ന് കയറി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നൈറ്റ് ഇടാൻ തുടങ്ങി. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 ദിവസം അടുപ്പിച്ച് നൈറ്റായിരിക്കും. നൈറ്റൊക്കെ തന്നു. നൈറ്റ് കഴിഞ്ഞ് രാവിലെ നമുക്കവിടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും കമ്പ്യൂട്ടറിലൊക്കെ ആയിരുന്നു. അപ്പം പുറത്തിറങ്ങുന്നതിന് 10-11 മണിയാവും നൈറ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത്. കാരണം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം, ആരും സഹായിക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലാണെങ്കിൽ ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. ഹോസ്റ്റലിൽ ഫുഡില്ല. ഫുഡ് വൈകുന്നേരം നമ്മൾ ചെല്ലുമ്പോൾ തീരും. അപ്പോൾ അതുമാത്രമല്ല, അവിടെ ഉറങ്ങാനുള്ള ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂട്ടേ കണ്ടിട്ടില്ല. അത് ആദ്യമായിട്ട് കണ്ടത് അവിടെയാണ്. എങ്ങനെയെങ്കിലും 2 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് അവിടെ എങ്ങനെയെങ്കിലും നിന്നത്. ഹോസ്റ്റൽ വാർഡൻ്റെ അടുത്ത് ഒന്നിനെ പറ്റിയും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ഈ ഹോസ്റ്റലിൽ തന്നെ 3-4 ഹോസ്റ്റലുണ്ട്. അതിൽ 2 ഹോസ്റ്റൽ എന്തോ നല്ലതും ബാക്കി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോസ്റ്റലിലുള്ള കുട്ടികളിൽ 2-3 പേർക്ക് എന്തുവാണ് ഹെപ്പറ്റൈറ്റിസ് വന്നു ഫുഡിൽ നിന്ന്. അപ്പം ഇവർ അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവർ മീറ്റിംഗ് വെക്കും. എല്ലാ സ്റ്റാഫിനും വേണ്ടി രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ ഹോസ്റ്റലിലുള്ളവർ എണീറ്റ് എന്ന് പറയുവാണ്, ഫുഡ് കൊള്ളില്ല, ഫുഡ് ശരിയാക്കണം എന്നൊക്കെ പറയുമ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കൂടുതൽ നന്നായി കഴിഞ്ഞാൽ നിങ്ങൾ നാട് മറന്നു പോകും, ഇങ്ങനെയാണ് ഇവർ പറയണത്. പക്ഷെ സാലറിയിൽ നിന്നും നമുക്കൊരു പൈസ ഹോസ്റ്റലിലത്തേക്കും ഫുഡിനും പിടിച്ചിട്ടാണ് ഇവർ നമുക്ക് തരുന്നത്. അപ്പം ഇത്രത്തോളം ഇതിലും വളരെ ദയനീയമായിരുന്നു നമ്മുടെ അവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 2 വർഷം കഴിഞ്ഞ് റിസൈൻ വെച്ച് വരാൻ നേരത്തും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് റിസൈൻ തരാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ എത്രയോ ദിവസം കയറി ഇറങ്ങിയതിന് ശേഷമാണ് റിസൈനേഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇന്ന് ഇതിലൂടെ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, കേരളത്തിലൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയും കേരളത്തിന് പുറത്ത് പോകുന്നവരായ എല്ലാവർക്കും വേണ്ടിയാണ് എനിക്കിത് പറയാനുള്ളത്. ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കില്ല. ചിലർക്ക് നല്ല ആൾക്കാരെ കിട്ടും, നല്ല ഹോസ്പിറ്റലായിരിക്കും, തിരക്കൊന്നും കാണത്തില്ല, അങ്ങനത്തെ വലിയ വിഷയമൊന്നും കാണത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ കേരളം വിട്ട് പഠിക്കാൻ വേണ്ടി പുറത്തോട്ട്, അതായത് കേരളത്തിന് പുറത്തോട്ടുള്ള എവിടെ പോയാലും പല പല രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഒരിക്കലും കിട്ടണമെന്നില്ല. പലതും പല പല രീതിയിലായിരിക്കും. നമുക്ക് ആരടുത്തും ഒന്നിനും സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്റ്റാഫിന് കോവിഡ് ആണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഭക്ഷണം ഉണ്ടാക്കുന്ന അയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞു. അങ്ങനെ അന്ന് രാത്രി മുതൽ പിറ്റേ ദിവസം വരെ നമുക്ക് ഫുഡില്ല അവിടെ ഹോസ്പിറ്റലിൽ. ആരും
പറയാനോ ഒന്നുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ഉച്ചയായപ്പോൾ അവർ ഫുഡ് കുറച്ച് കൊണ്ടുവന്നു. പിന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെ കാണത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു കോവിഡ് സമയത്ത് ഫുഡില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല. ആരും എല്ലാവർക്കും പേടിയാണ്. കാരണം ഡൽഹിയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് അകലെയാണ്, വീട്ടുകാരടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അവരൊക്കെ ചോദിക്കും, നല്ല രീതിയിൽ ചോദിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ വാർഡനുമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരെ നാട്ടിലെ ആൾക്കാർ എപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യുകയും അല്ലാതെ നമ്മളെ പോലുള്ളവരെ എപ്പോഴും ഈ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഡൽഹി രജിസ്ട്രേഷൻ ചെയ്തത് വളരെയധികം ഇതായി. കാരണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ കേരളത്തിൽ മാക്സിമം നല്ല ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുകയാണെങ്കിൽ അത് വെച്ച് എക്സ്പീരിയൻസ് എടുക്കുക. അല്ല കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഹോസ്റ്റൽ സൗകര്യം എങ്ങനെയാണ്, അല്ലെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഫെസിലിറ്റി ഉള്ളത്, പഠിക്കാൻ പോകുന്നവരായാലും ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ, നമ്മുടെ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലാണോ, അതേപോലെ തന്നെ നല്ല സ്ഥലത്താണോ ഇരിക്കുന്നത്, അതേപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേണം എല്ലാവരും പുറത്തോട്ട് ഹോസ്പിറ്റൽ ജോലിക്കായാലും അല്ലാതെയും പോകേണ്ടത്. ചിലതൊക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം പോകാൻ വേണ്ടി. അങ്ങനെ അതേപോലെ തന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ തന്നെ കോളേജ് നല്ല അക്രഡിറ്റേഷൻ ഉള്ള കോളേജാണോ, അല്ലെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ നല്ല സൗകര്യമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം പോകേണ്ടത്. കാരണം പോയിട്ട് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു തുക കെട്ടി വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ പോയിട്ട് തിരിച്ചു വരാൻ നമുക്ക് ആ ഫുഡ് ശരിയായില്ല, അവിടെ അത്ര പോരാ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പോകുന്നതിന് മുന്നേ ഒരുവിധം എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ പോയി ഒന്നും കഷ്ടപ്പെടാതെ ഇരിക്കാനാണ് മാക്സിമം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി, ഹോസ്പിറ്റൽ ബെഡ് സൗകര്യം, ഹോസ്പിറ്റലിൻ്റെ തന്നെ ഹോസ്റ്റലാണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തന്നെ സ്കൂൾ നഴ്സിംഗ് കോളേജാണോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും പോകാൻ. ഇത് ഞാൻ നിങ്ങളടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നത് വരെ ബൈ.